നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 27. അങ്ങനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വീണ്ടും ശക്തിയാർജിക്കുവാൻ സാധിച്ചു. തൽഫലമായി 3 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ നഷ്ടങ്ങൾക്കു ശേഷം ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ നിഫ്റ്റിക്ക് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി പ്രധാനമായും 3 ഘടകങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്ന് നിഫ്റ്റിയിലെ ഡേ ലോയും. 24,130 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിടേണ്ടതായിട്ട് വന്നെങ്കിലും 194 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 24,092 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 639 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 174 പോയിന്റുകളുടെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൂടാതെ NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 2,359 സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം ആകെ 637 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. സൺ ഫാർമ, ടെക് മഹീന്ദ്ര, റിലയൻസ് ഇൻഡസ്ട്രീസ്, വിപ്രോ, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാൻ സാധിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, ആക്സിസ് ബാങ്ക്, ഭാരത് ഇലക്ട്രോണിക്സ്, കോൾ ഇന്ത്യ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് ഔട്ട് പെർഫോം ചെയ്യുകയുണ്ടായി. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1.5%, സ്മോൾ ക്യാപ്പിന് 1.8% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്ന് ഒട്ടുമിക്ക മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഹെൽത്ത് കെയർ, IT, റിയാലിറ്റി, മീഡിയ, ഫാർമ, പവർ തുടങ്ങിയ മേഖലകൾക്ക് 2% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. സെപ്റ്റംബർ 2022 ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ഏറ്റവും വലിയ വീക്ക്ലി നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല 5 ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവാണ് രേഖപ്പെടുത്തുകയും ഉണ്ടായത്. എന്നാൽ വലിയ നേട്ടമൊന്നും കൈവരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും ശക്തമായ ഇടിവിനൊരു വിരാമം ഇട്ടുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 6 പൈസയുടെ നേട്ടത്തോടുകൂടി 94.19 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ രൂപയ്ക്കും സാധിച്ചു. ഏതാനും ആഴ്ചകളായിട്ട് എസ്പെഷ്യലി ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇന്ത്യൻ IT മേഖലയ്ക്ക് ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ട് വന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ബുധനാഴ്ച 4%, കഴിഞ്ഞ വെള്ളിയാഴ്ച 5% നഷ്ടത്തോടുകൂടി നിഫ്റ്റി ITക്ക് വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിൽ ഇന്ന് 2.2% അഥവാ 628 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ നഷ്ടത്തിനു ശേഷം ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ച ആ 3 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ വീക്കെൻഡിൽ നമ്മൾ കണ്ടിരുന്നു ഇറാൻ ധനകാര്യമന്ത്രി പാകിസ്ഥാൻ, ഒമാൻ കൂടാതെ ഇന്ന് രാവിലത്തോടുകൂടി വീണ്ടും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതായത് പുടിനുമായിട്ട് ചർച്ചകൾ നടത്തുവാനായിട്ട് അദ്ദേഹം സെന്റ് പീറ്റേഴ്സ്ബർഗിലും എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല പാകിസ്ഥാൻ മീഡിയേറ്റേഴ്സുമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രപ്പോസൽസ് കൈമാറി എന്നുള്ള റിപ്പോർട്ട്സുകളും വരുന്നുണ്ട്. മാത്രമല്ല തുടർന്ന് ഇറാൻ ധനകാര്യമന്ത്രി അരഗാച്ചിയുടെ റഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യ ഇറാൻ US പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നുള്ള റിപ്പോർട്ട്സും വന്നതിനെ തുടർന്ന് ജിയോ പൊളിറ്റിക്കൽ ആശങ്കയിൽ ഉണ്ടായ അയവ് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിച്ചത്. ഇതിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസും ശക്തമായി തന്നെ പോസിറ്റീവായിട്ട് തുടർന്നതും. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സില് 6.8% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 18.37 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് പുതിയ ഡെവലപ്മെന്റ്സുകൾ പോസിറ്റീവായിട്ട് വന്നത് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 2% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഫർദറായിട്ട് എണ്ണയുടെ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുകയുമില്ല. എണ്ണയുടെ വില സ്ഥിരതയോടുകൂടി തുടരുകയും ചെയ്തു. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും നടത്തുവാൻ സാധിച്ചില്ലെങ്കിലും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് വെള്ളിയാഴ്ച ക്ലോസിംഗ് ലെവലിൽ നിന്നും 6 പൈസയുടെ നേട്ടത്തോടുകൂടി US ഡോളറിനെതിരെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം 90 പോയിന്റുകളുടെ. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ
0.5% നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ബാക്കി എല്ലാ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2% ഉയർച്ചയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെ വില $107.61 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $96.28 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ നേരിയ ഉണർവാണ് അനുഭവപ്പെടുന്നത്. $4702.91 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. IDBI ബാങ്ക് രണ്ടാം ഘട്ട ഓഹരി വിറ്റഴിക്കലിനെ കുറിച്ചുള്ള സെക്രട്ടറിമാരുടെ കോർ ഗ്രൂപ്പ് അവലോകനത്തിന്റെ അടുത്ത ഘട്ടം ഇന്ന് ആരംഭിച്ചു. സൺഫാർമ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, അതായത് ന്യൂയോർക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട വനിതാ ആരോഗ്യ സംരക്ഷണ കമ്പനിയായ ഓർഗോണിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇന്ന് കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി തന്നെ $11.75 ബില്യൺ കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് ഇന്ന് സൺഫാർമയുടെ സ്റ്റോക്ക് പ്രൈസിൽ 7% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല, ഈ 7% ഉയർച്ചയോടുകൂടി സിംഗിൾ ഡേയില് സ്റ്റോക്കില് 27,462 കോടി രൂപയുടെ വാല്യുവേഷൻസും ആഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,16,142 കോടി രൂപയായിട്ട് ഉയരുകയും ചെയ്തു. വരുൺ ബീവറേജസ് ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ ഇന്ന് കമ്പനി പ്രസിദ്ധീകരിച്ചു. ഇയർ ഓൺ ഇയർ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റില് 20% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 872 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 18% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 50 പൈസ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ആക്സിസ് ബാങ്ക് സാങ്കേതിക വിദ്യ നയിക്കുന്ന കാര്യക്ഷമത നേട്ടത്തെ തുടർന്ന് 2026 സാമ്പത്തിക വർഷത്തില് ബാങ്കിൽ നിന്നും 3000-ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഇന്റലിജന്റ് പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് TCSഉം സീമെൻസ് എനർജി AGയും AI പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു. ലോദ ഡെവലപ്പേഴ്സ് 2027 സാമ്പത്തിക വർഷത്തില് 1 GW ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുവാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ജ്യോതി ലാബ്സ് മെയ് 4 ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ അപ്രൂവ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. GRSE ഏപ്രിൽ 28 ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും, അതായത് നാളെ. കൂടാതെ ഡിവിഡൻഡും പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതും. അൾട്രാടെക് സിമെന്റ് ക്വാർട്ടർ 4 ഏർണിംഗ്സ് ഇന്ന് കമ്പനി പ്രസിദ്ധീകരിച്ചു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റില് ഇയർ ഓൺ ഇയർ ബേസിസിൽ 20% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2,983 കോടി രൂപ റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 12% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 240 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. വൺ മൊബിക്വിക് സിസ്റ്റംസ് NBFC അപേക്ഷയ്ക്ക് കമ്പനിക്ക് RBIയുടെ അംഗീകാരം ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.